എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായ ശ്രീ സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് ശ്രീ ബെന്നി തോമസിനെ നിയമിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടായി. ആ സമയത്തെല്ലാം തന്നെ ഈ ഒരു നിയമനത്തിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ സണ്ണി ജോസഫ് ശ്രമിച്ചത് എന്നത് നമ്മൾ കണ്ടതാണ്. ഈ വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീ ബെന്നി തോമസ് സ്വമേധയാ രാജിവെക്കുകയും ചെയ്യുന്നു. തൻ്റെ ഈ നിയമനം ഉയർത്തിയിരിക്കുന്ന വിവാദം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന, പാർട്ടി പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു രാജിയാണിത്. എന്നാൽ ഇദ്ദേഹം ഈ രാജിവെച്ചതിന് ശേഷവും ആ നിയമനത്തിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ സണ്ണി ജോസഫ് ശ്രമിക്കുന്നത്. അദ്ദേഹം കേവലം ഒരു മന്ത്രി മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി കൈയാളുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാർമ്മികതയുടെ പേരിൽ ആരെങ്കിലും രാജിവെക്കണമെന്നുണ്ടെങ്കിൽ അത് ശ്രീ ബെന്നി തോമസ് മാത്രമാണോ, അതോ ആ തീരുമാനം എടുക്കുകയും ആ തീരുമാനത്തിനെ ഇപ്പോഴും ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ശ്രീ സണ്ണി ജോസഫ് ആണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഒരു വിവാദം ഉയർത്തിയിരിക്കുന്ന വസ്തുതകളിലേക്ക്, അദ്ദേഹം ഉയർത്തിയ യുക്തിരഹിതമായിട്ടുള്ള ന്യായീകരണങ്ങളിലേക്ക്, അതിൻ്റെ നിജസ്ഥിതിയിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഈ വീഡിയോയിൽ നോക്കാം. ശ്രീ ബെന്നി തോമസിനെ, അദ്ദേഹത്തിൻ്റെ നിയമനത്തിനെ ഒക്കെ തന്നെ ന്യായീകരിക്കുന്നതിന് വേണ്ടി കുറേയധികം ന്യായീകരണ ക്യാപ്സൂളുകളാണ് ആദ്യ 2 ദിവസങ്ങളിൽ ശ്രീ സണ്ണി ജോസഫ് ഇറക്കിയത്. അതിലൊന്ന്, ഏറ്റവും മികച്ച പൊതുപ്രവർത്തകനാണ് ബെന്നി തോമസ്, അദ്ദേഹം മികച്ച രാഷ്ട്രീയക്കാരനാണ്, കണ്ണൂർ DCCയുടെ നോമിനിയാണ്, അവിടുത്തെ ജനറൽ സെക്രട്ടറിയാണ്, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ച നേതാവാണ്, 2 ടേം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് പരിചയമുള്ളയാളാണ്, പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഒരു കോളേജിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, മികച്ച ട്രാക്ക് റെക്കോർഡാണ്, നല്ല ക്യാരക്ടറാണ്, ഒരു വിവാദവും ഉണ്ടാക്കിയിട്ടില്ല, ബുദ്ധിയും കഴിവും സ്വീകാര്യതയുമുള്ള ഒരു വ്യക്തിയാണ് എന്ന രീതിയിലത്തേക്കുള്ള വിശദീകരണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഇത് കേട്ടുകഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഫിറ്റ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് കോൺഗ്രസിൽ നിന്ന് കിട്ടുമായിരുന്നുള്ളൂ, അത് ബെന്നി തോമസ് ആണ് എന്ന് തോന്നിപ്പോകും. സ്വന്തം നിലയിൽ കഴിവും പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ബെന്നി തോമസ് എന്നും, അതല്ലാതെ ബന്ധുനിയമനമല്ല താൻ നടത്തിയിരിക്കുന്നത് എന്നും ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ വാദം ഇറക്കിയത്. സത്യത്തിൽ എന്താണ് ബന്ധുനിയമനം എന്നതിനെക്കുറിച്ച് ശ്രീ സണ്ണി ജോസഫിന് ബോധമുണ്ടോ എന്നതിനെക്കുറിച്ചാണ് എനിക്കിപ്പോൾ സംശയം. നമ്മുടെ ബന്ധുക്കൾക്ക് വലിയ കഴിവും പ്രാഗൽഭ്യവും ഒക്കെ ഉണ്ടായിരിക്കും. എന്നാലും നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുമ്പോൾ 2 വർഷം തുടർച്ചയായിട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ആജീവനാന്തം പെൻഷൻ കിട്ടുന്ന, സർക്കാർ ശമ്പളം പറ്റുന്ന ഒരു പദവിയിലേക്ക് എത്ര കഴിവും പ്രാഗൽഭ്യവും പറഞ്ഞാലും നമ്മുടെ ബന്ധുക്കളെ തള്ളിക്കയറ്റേണ്ടുന്ന ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ധാർമ്മികതയുടെ യഥാർത്ഥ വിഷയം. ശ്രീ സണ്ണി ജോസഫ് പറയുന്നത് ഈ നിയമനത്തിൽ ഒരു തെറ്റുമില്ല എന്നാണ്. ബെന്നി തോമസിൻ്റെ രാജിക്ക് ശേഷവും അദ്ദേഹം അതുതന്നെയാണ് പറയുന്നത്. അതിന് ന്യായമായിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ ചൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള യോഗ്യത അയോഗ്യത മാനദണ്ഡങ്ങളും ഇല്ല, അതിൽ യാതൊരു വിധത്തിലുള്ള നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുമില്ല, ഇത് PSC വഴിയോ മറ്റോ ടെസ്റ്റ് എഴുതി ഇൻ്റർവ്യൂ നടത്തി എടുക്കേണ്ടുന്ന പൊസിഷനുകളല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ബന്ധു നിയമനത്തിന് ഒരു തരത്തിലുള്ള വിലക്കും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ അവിടെയെല്ലാം ബന്ധുക്കളെ നിയമിച്ചാൽ ആരും അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ നമ്മളോട് പറയുന്നത് വെറും ഒരു കോൺഗ്രസ്സുകാരനല്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒന്നാകെ ചുമതലയുള്ള KPCCയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ പറയുന്നത്. മറ്റേതെങ്കിലും ഒരു മന്ത്രി ഇങ്ങനെ ഒരു ബന്ധു നിയമനം നടത്തിയിട്ടുണ്ട് എങ്കിൽ അവരെ വിളിച്ചിട്ട് അത് ശരിയല്ല, ആ ആളിനോട് അവിടെ നിന്ന് മാറാനായിട്ട് ആവശ്യപ്പെടണം എന്ന് പറയേണ്ടുന്ന അഡീഷണൽ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ്. ബെന്നി തോമസ് സ്വമേധയാ രാജിവെച്ച് ഒഴിഞ്ഞിട്ടും ആ നിയമനത്തിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തി കോൺഗ്രസിന് എന്ത് തരത്തിലുള്ള പബ്ലിക് സപ്പോർട്ടാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് സത്യമായിട്ടും എനിക്കറിയില്ല. സത്യത്തിൽ ശ്രീ സണ്ണി ജോസഫും കോൺഗ്രസ്സുകാരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മനസ്സിലാക്കേണ്ടത്, ഇവിടെ പാർട്ടിക്ക് ഒരു വിവാദമുണ്ടാക്കിയത്, ധാർമ്മികതയുടെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയത്, പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയത് ഒക്കെ ശ്രീ ബെന്നി തോമസ് മാത്രമായിട്ടല്ല, മറിച്ച് അത് ശ്രീ സണ്ണി ജോസഫാണ്. ബെന്നി തോമസ് സ്വമേധയാ ഈ ഒരു സ്ഥാനത്തേക്ക് തന്നെ അവരോധിച്ചതല്ല, മറിച്ച് അത് സണ്ണി ജോസഫിൻ്റെ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. അതിനുള്ള അധികാരം തനിക്കുണ്ട്, തൻ്റെ ഡിസ്ക്രിപ്ഷനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ധാർമ്മികമായിട്ടുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ശ്രീ സണ്ണി ജോസഫിനാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും രാജിവെക്കുന്നുണ്ടെങ്കിൽ ആ രാജിവെക്കേണ്ടുന്നത് ശ്രീ സണ്ണി ജോസഫാണ് എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ നോക്കൂ, ബെന്നി തോമസ് രാജിവെച്ച് പോയതിനു ശേഷവും സണ്ണി ജോസഫ് തൻ്റെ തീരുമാനത്തിനെ സ്വയം ന്യായീകരിച്ച് വീണ്ടും എളിഭ്യനായിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോഴും കാണുന്നത്. ഈ രാജിവെക്കണം എന്ന് പറയുന്നത് വെറുതെയല്ല, യാതൊരു വിധത്തിലുള്ള സങ്കോചവും കൂടാതെ ധാർഷ്ട്യത്തോടു കൂടി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് ശ്രീ സണ്ണി ജോസഫിനെ നമ്മളിപ്പോൾ ഓർമ്മിപ്പിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സത്യവാചകത്തിലെ വരികളാണ്. ഭീതിയോ പ്രീതിയോ കൂടാതെ പ്രവർത്തിക്കും എന്നാണ് ശ്രീ സണ്ണി ജോസഫ് സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രീതി എന്നുള്ളതാണ് അവിടെ ഇദ്ദേഹം കോംപ്രമൈസ് ചെയ്തിരിക്കുന്നത്.
തനിക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയെ, തനിക്ക് അത്രത്തോളം വിശ്വാസമുള്ള ഒരു വ്യക്തിയെ, അത് തൻ്റെ അളിയൻ തന്നെ ആയിരിക്കുമ്പോൾ ആ ഒരു നിയമനം നടത്തുക എന്ന് പറഞ്ഞാൽ പ്രീതിയോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചു എന്നത് തന്നെയാണ്. അദ്ദേഹം രാജിവെക്കാനായിട്ടും മന്ത്രിസ്ഥാനത്ത് തുടരാതിരിക്കുന്നതിനും അത് മതിയായിട്ടുള്ള ഒരു കാരണമാണ് എന്നുള്ളത് കോൺഗ്രസിലെ ഉത്തരവാദിത്തമുള്ള നേതാക്കളെങ്കിലും മനസ്സിലാക്കേണ്ടതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലെ ധാർഷ്ട്യത്തെ ഒന്ന് നോക്കൂ. ധാർഷ്ട്യം ആര് കാണിച്ചാലും അത് ധാർഷ്ട്യമാണ്. ചിരിച്ചുകൊണ്ടാണ് എങ്കിലും ധാർഷ്ട്യം കാണിച്ചാൽ അത് ധാർഷ്ട്യം തന്നെയാണ്. അതല്ലാതെ ശ്രീ പിണറായി വിജയൻ പ്രകടിപ്പിക്കുന്ന സമയത്ത് മാത്രമല്ല ധാർഷ്ട്യമാകുന്നത് എന്നതിനെക്കുറിച്ച് ശ്രീ സണ്ണി ജോസഫും അറിയണം. ഈ ഒരു നിയമനത്തിൻ്റെ സാധുതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ടെസ്റ്റും ഇൻ്റർവ്യൂ നടത്തിയിട്ടല്ലല്ലോ ഇങ്ങനെ നിയമനം നടത്തുന്നത് എന്നാണ്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ലെജിറ്റിമസിയെ പോലും റദ്ദ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം നിഷേധാത്മകമായിട്ടുള്ള ഒരു മറുപടിയിലൂടെ അതിനെ സമീപിക്കുന്നത്. ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, മറ്റൊരു മന്ത്രിയുടെ സ്റ്റാഫിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നല്ലോ, അതല്ലേ സാധാരണയായിട്ട് കാണുന്നത് എന്ന്. ആ സമയത്ത് ഇദ്ദേഹം യാതൊരു വിധത്തിലുള്ള ഉളുപ്പുമില്ലാതെ പറയുന്നത് ഇത് സാധാരണമല്ല, അസാധാരണമാണ് എന്നാണ്. അതായത് താനൊരു തെറ്റായ തീരുമാനമെടുക്കുന്നു, എന്നിട്ട് അത് അസാധാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരണങ്ങൾ എഴുന്നള്ളിക്കുന്നതാണ് നമ്മൾ ഈ മന്ത്രിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ നിയമനം സുതാര്യമാണ് എന്ന് പറയുന്നതിന് വേണ്ടി താൻ ബെന്നി തോമസിനെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് ഇത് തൻ്റെ സഹോദരി ഭർത്താവാണ് എന്ന് താൻ തന്നെ പറയാറുണ്ട് എന്നാണ്. അതായത് ഇത് വലിയൊരു കാര്യമായിട്ട് നിങ്ങളാരും പറയേണ്ടതില്ല, ഇതിൽ യാതൊരു വിധത്തിലുള്ള ഇംപ്രോപ്രൈറ്റിയും ഇല്ല, എനിക്കിതിലൊരു പ്രശ്നവുമില്ല എന്നാണ് അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നോ ഈ വിഷയത്തിലെ രാജി എന്നും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നും ഇന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് ഒരു വാക്കുകൊണ്ട് ഒരു മറുപടി പോലും പറയാതെ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി അദ്ദേഹത്തിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകും. അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഈ രീതിയിലല്ല പെരുമാറേണ്ടത്. ഇത് തികച്ചും അച്ചടക്ക ലംഘനമാണ്. അത് ചെയ്യുന്നത് പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെയാണ് എന്നുള്ളതാണ് ഇതിലെ മുട്ടൻ കോമഡി. സർക്കാർ സർവീസിലുള്ള ബന്ധു നിയമനത്തിന് എന്തൊക്കെ കാരണങ്ങൾ നിരത്തിയാണോ നമ്മൾ എതിർക്കുന്നത്, അതേ ന്യായങ്ങൾ ഇവിടെയും ഉന്നയിക്കാവുന്നതാണ്. കാരണം സർവീസിലുള്ള സമയത്താണെങ്കിലും 2 വർഷത്തെ സേവനത്തിന് ശേഷം ആജീവനാന്തകാലം പെൻഷൻ കിട്ടുന്നതാണെങ്കിലും അത് സർക്കാരിൻ്റെ പൈസയാണ്, അതല്ലാതെ പാർട്ടി കൊടുക്കുന്ന പൈസയല്ല. അതുകൊണ്ട് തന്നെ ആ നിയമനത്തിൽ അവർക്ക് നൽകുന്ന പേയ്മെൻറ്റിൽ, അവർക്ക് നൽകുന്ന പെൻഷനിൽ അതിൻ്റെ ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്, അതിൻ്റെ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ ടാക്സ് നൽകുന്ന ഓരോ പൗരനുമാണ്. അതുകൊണ്ട് തന്നെ ബെന്നി തോമസിൻ്റെ നിയമനം ശരിയല്ല എന്ന് പറയാനുള്ള എല്ലാവിധ റൈറ്റും ഒരു സിറ്റിസൺ, ഒരു വോട്ടർ, ഒരു ടാക്സ് പെയർ എന്ന നിലയ്ക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നും ശ്രീ സണ്ണി ജോസഫ് ഈ ധാർഷ്ട്യം കാണിക്കുന്നതിനിടയ്ക്ക് അല്പം സമയമെടുത്ത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇനി ഈ ബെന്നി തോമസിന് അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവിധ ഗുണഗണങ്ങളും ഉണ്ട് എങ്കിൽ ശ്രീ സണ്ണി ജോസഫ് ചെയ്യേണ്ടത് KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സീറ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. വേണമെങ്കിൽ പേരാവൂരിൽ തന്നെ ഇനിയും അദ്ദേഹത്തിന് MLA സ്ഥാനം രാജിവെക്കാവുന്നതാണ്, KPCC അധ്യക്ഷനായിട്ട് തുടരാവുന്നതാണ്. പകരം DCCയോട് പറയാം, നിങ്ങൾ ബെന്നി തോമസിനെ എൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്കല്ല മറിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് എനിക്ക് പകരം നിങ്ങളിവിടെ നോമിനേറ്റ് ചെയ്യൂ, എന്നിട്ട് അദ്ദേഹം മത്സരിക്കട്ടെ, ജയിക്കട്ടെ, നമ്മുടെ വൈദ്യുത മന്ത്രിയാകട്ടെ. അങ്ങനെ ഇത്രത്തോളം പ്രഗത്ഭനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം മുഴുവനും തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരം ഇവിടെ ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ അധികാരസ്ഥാനത്തിൻ്റെ ദുരുപയോഗം കാട്ടിയിട്ട് മര്യാദ വിട്ട ഒരു നിയമനം നടത്തിയിട്ട് അതിനോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ധാർഷ്ട്യത്തോടുകൂടി ന്യായീകരണം നൽകിയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഉളുപ്പില്ലായ്മ പരസ്യമായി പ്രദർശിപ്പിച്ചിട്ട് തനിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മന്ത്രിയായിട്ട് ഇനിയും ശ്രീ സണ്ണി ജോസഫ് തുടരേണ്ടതില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള സാമാന്യ ജനം ചിന്തിക്കുന്നത്. അത് അവർ നൽകിയിരിക്കുന്ന 102 സീറ്റിൻ്റെ വലിയ ഭൂരിപക്ഷത്തിനോടുള്ള ഒരു കൊഞ്ഞനം കുത്തലായിട്ടാണ് സാധാരണക്കാർക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്. കാരണം LDF സർക്കാരിൻ്റെ കാലത്ത് നിരവധി തരത്തിലുള്ള ബന്ധു നിയമനങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതിൽ പൊറുതിമുട്ടിയ ജനമാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെയുള്ള ആൾക്കാരോട് കൊഞ്ഞനം കുത്തി കാണിക്കരുത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കോമാളിത്തം ന്യായീകരണത്തിൻ്റെ രൂപത്തിൽ ഇപ്പോഴും അദ്ദേഹം തുടരുന്നത് രാഷ്ട്രീയ കേരളത്തിന് അപമാനമാണ് എന്ന് മാത്രം ശ്രീ സണ്ണി ജോസഫിനെയും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കളെയും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെയും വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. I am the Sori Aliya. Jai Hind.